بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبينا محمد الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. പേജ് നമ്പർ 519 519 ആയത്ത് 18 വരെ പോയി. സൂറത്ത് ഖാഫ് 519 പേജ് 18 ആയത്ത് വരെ നമ്മൾ വായിച്ച് പറഞ്ഞു പോയി. ആ പേജ് ഒന്ന് ഊതാം അല്ലേ? തുടങ്ങാം. കിട്ടിയോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم البعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد فقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما طغيته ولكن كان في ضلال بعيد ما يبدل القول قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഇനി മുന്നോട്ടൊന്നും പോണില്ല, പറഞ്ഞിട്ടുണ്ട്. വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, കണക്ക് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരക്ഷരവും ഒരു ചിന്തയും അത് എത്ര ചെറുതായാലും ഒഴിവായി പോയിട്ടില്ല. പക്ഷെ അത് ഓർക്കാതെ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ജീവിച്ചു പോകുന്ന ആളുകൾക്കുള്ളതാണ് ഇനിയുള്ള ആയത്ത്.
ഇനിയുള്ള കുറച്ചധികമായിട്ട് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തട്ടുമുട്ടുകൾക്ക് ഏടാകൂടങ്ങൾക്ക് നമ്മൾ അത് പരിഗണിക്കാതെ പോയാൽ, അത് ശ്രദ്ധിക്കാതെ പോയാൽ നമുക്കുണ്ടാകുന്ന ദുരന്തം പലതരത്തിലാണ്. അതിലൊന്ന് വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. ഒരു സുപ്രഭാതത്തിൽ ക്ഷണിക്കാതെ, വിളിക്കാതെ, മുന്നറിയിപ്പ് നൽകാതെ, അനുവാദം ചോദിക്കാതെ അയാൾ കടന്നു വരും. ബിൽ ഹഖ്, ഒരു സംശയവുമില്ല, സത്യമായും അയാൾ കടന്നു വരും. ആര്? സക്രത്തുൽ മൗത്ത്. ചക്രച്ചാതം എന്നാണ് നമ്മളെ നാട്ടുപുറത്ത് പഴയ കാരണന്മാർ പറഞ്ഞത്, അല്ലെ? ചക്രശ്വാസം, സക്രത്തുൽ മൗത്ത്, മരണവെപ്രാളം വരും. അനുവാദം ചോദിക്കൂല, മുന്നറിയിപ്പും തരൂല. ഈ കണ്ടതൊക്കെ ഈ മുന്നറിയിപ്പുകളല്ല എങ്കിൽ ദുനിയാവിൽ 10-60 കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് ഞാൻ ഇനിയും മരിക്കാനായിക്കോളൂ എന്നുള്ള തോന്നൽ ഉണ്ടായിത്തീർന്നിട്ടില്ല എങ്കിൽ എന്നർത്ഥം, അല്ലേ? എന്റെ കാര്യം ഞാൻ പറഞ്ഞു, 59 കടന്നു നിന്നിട്ടും ഇനിയും ഞാൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത എനിക്കില്ല എങ്കിൽ അതൊരു നാൾ ഒരനുവാദവും ചോദിക്കാതെ കടന്നു വരും, സത്യമാണ്. ذَلِكَ, ആ മരണത്തിൽ നിന്നാണ് മാ കുന്ത മിൻഹു തഹീദ്, നമ്മൾ ഇത്രയും കാലം ഓടി ഒളിച്ചുകൊണ്ടിരുന്നത്. ഒരു ജലദോഷം വരുമ്പോഴത്തേക്ക്, ഒരു ശബ്ദം മാറുമ്പോഴത്തേന് പിന്നെ നമുക്ക് പള്ളിയിൽ കയറാൻ വയ്യ, പിന്നെ നമുക്ക് ഒന്നിനും വയ്യ, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, പിന്നെ ആവി പിടിക്കലായി, ചുക്ക് കാപ്പി കുടിക്കലായി, ഗുളിക കഴിക്കലായി, ഡോക്ടറെ കാണലായി, അല്ലേ? തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഈ തത്രപ്പാടുകളൊന്നും ഫലപ്പെടാതെ വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ഓടുന്നത് നിങ്ങൾ അതിൻ്റെ വായിലേക്ക് തന്നെയാണ്, മറക്കണ്ട. ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. നിങ്ങളെ പിടികൂടാൻ ഞാൻ 2 ആളുകളെ, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളും അയാളുടെ കൂട്ടാളികളും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വഹും, മറ്റൊരായത്താട്ടോ, വഹും ലാ യുഫരിതൂൻ, അക്കാര്യത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല. അയൽപ്പക്കത്ത് മരണം ഉണ്ടായപ്പോൾ നമുക്കൊരു ഓർമ്മ വേണ്ടിയിരുന്നു, നമ്മളെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ ഒരു ഓർമ്മ വേണ്ടിയിരുന്നു. മലക്കുൽ മൗത്തിന് ആള് മാറിപ്പോയതല്ല, നമ്മളെ സമയമാകാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. അത് ഞാനായിരുന്നെങ്കിലോ എന്ന ഒരു ഓർമ്മ, ഒരു പേടി, ഒരു ബേജാറ് നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം കുറിച്ച് കിടക്കുന്നതെന്ന് ആലോചിച്ച് മനസ്സിൽ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ബോക്സ, നമ്മുടെ ഖബറ്
അതിനുള്ളിൽ നമ്മൾ കിടക്കുന്നതൊന്നും ഇങ്ങനെ ഓർത്ത് നോക്കുന്നത് നല്ലതാണ്. ആരായിരുന്നു നമ്മളതും ഇപ്പൊ എവിടെയായിരുന്നു എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത് അധികമൊന്നും സമയം ഉണ്ടാവില്ല. ഒരു പക്ഷേ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളിൽ ആരെങ്കിലുമൊക്കെ അതിനിടയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനാവാം, നമ്മളിൽ ആരുമാവാം, നമ്മുടെ വീട്ടുകാരിൽ ആരുമാവാം. ആ ഒരാലോചന ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന ദുരന്തം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്തിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്ത്. എല്ലാ അനുഭൂതികളും ലദ്ദത്തുകളും എല്ലാ ആസ്വാദനങ്ങളും എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒറ്റയടിക്ക് നശിപ്പിക്കുന്ന ആ ഭീകര ദുരൂപി വരുന്നത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. യഅനി അൽ മൗത്ത്, മരണം എന്നാണ് അതുകൊണ്ട് നബി ഉദ്ദേശിച്ചത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയും യഅനി അൽ മൗത്ത്. അതിങ്ങനെ മനസ്സിലുണ്ടായാൽ അവരാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളവർ എന്ന് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. എപ്പോഴും മരണത്തെ മുന്നിൽ കാണാൻ കഴിയുക. അതില്ലെങ്കിൽ അടുത്തത് വനുഫിഖ ഫിസ്സൂർ, കാഹളം ഊതപ്പെടും. കാഹളത്തിൽ ഊതപ്പെടും. ഈ രണ്ടിലൊന്ന് കണ്ടിരുന്നോളൂ, ഓർത്തിരുന്നോളൂ. പിന്നെ പണ്ട് നമ്മൾ മുത്തുമല എന്ന് പറഞ്ഞത് ഇപ്പൊ ചൂരൽമലയ്ക്ക് ഇങ്ങോട്ടെത്തി. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ നാട്ടിൽ മഴ പെയ്തിട്ട് അവിടെ പഞ്ചായത്ത് അധികൃതർ പുഴക്കരയിലുള്ള ആളുകളൊക്കെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭരണ വിളിച്ചപ്പോ ഞാൻ ആ കോള് കട്ട് ചെയ്തിട്ട് നേരെ നമ്മളെ ഗഫൂറാക്കാനോട്, ഗഫൂറാക്ക പള്ളി ഒന്ന് ശ്രദ്ധിച്ചാൽ നാട്ടിൽ മലവെള്ളപ്പാച്ചിൽ വരുന്നുണ്ട്. ഇത്രക്കുള്ളൂ നമ്മളെ കഥ. വനുഫിഖ ഫിസ്സൂർ, അത് ലോകാവസാനത്തിന്റെ രൂപത്തിലോ ഒരു മലവെള്ളപ്പാച്ചിലിന്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും വരിക. ذَلِكَ يَوْمُ الْوَعِيدِ, താക്കീത് ചെയ്തിരുന്ന ദിവസം അതാണ്. രണ്ടിലൊന്ന് സംഭവിക്കും. ആർക്കാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. വജാഅതു കുല്ലു നഫ്സിൻ, അതിനുശേഷം ഓരോരുത്തരും ഹാജരാക്കപ്പെടും. വജാഅതു കുല്ലു നഫ്സിൻ, അതിനുശേഷം ഓരോരുത്തരും ഹാജരാക്കപ്പെടും. എങ്ങനെയാണ് ഹാജരാക്കപ്പെടുക? മഅഹ, ആ ഓരോ മനുഷ്യരും വരുമ്പോൾ അതിൻ്റെ കൂടെയുണ്ടാകും സായിഖുൻ, ഒരു ഡ്രൈവർ ഉണ്ടാകും. അതിൽ നമ്മളെ അറബി ഭാഷയിൽ സായിഖ് എന്ന് പറഞ്ഞ അർത്ഥം സാക്ക യസൂക്കു എന്ന് പറഞ്ഞാൽ ആട്ടിത്തെളിച്ച് കൊണ്ടുവരിക എന്നാണ്. പിടിച്ച് വലിച്ച് കൊണ്ടുവരും. കൊണ്ടുവരുന്ന രൂപം പറഞ്ഞല്ലോ. സബഈന ദിറാഅൻ ഫസ്ലുകൂഹു എന്നാ ചിലരോട് പറയാ. 70 മുഴം വലിപ്പമുള്ള ചെങ്ങലക്കെട്ടങ്ങൾ എടുത്തോളൂ, കുടിച്ച് കൊല്ലൂഹു, അതിങ്ങിട്ട് ഓനങ്ങിട്ട് പിടിച്ചിട്ട് കെട്ടി വലിച്ചേക്ക്. തുമ്മൽ ജഹീമ സൊല്ലൂത, ആട്ട് വലിച്ചെറിഞ്ഞേക്ക് നരകത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാ വരാന്നാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ
وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا وسيق الذين كفروا റഖീബ് അതീദുമാർ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് ചിന്തിക്കാതെ തോന്നിയ പാട് ജീവിച്ചു പോയ നന്ദി കെട്ട നിഷേധികൾ ആട്ടിത്തെളിച്ചു കൊണ്ടുവരപ്പെടും. എവിടേക്കാണ്? ഇലാ ജഹന്നം, നരകത്തിലേക്കാണ്. എങ്ങനെയാണ്? സുമറ, കൂട്ടം കൂട്ടമായി. സുമ്രത്ത് സുമ്രത്തായി. ഹത്താ ഇദാ ജാഊഹ, അവർ ഓരോരുത്തരും അടുത്തെത്തിയാൽ അവർക്ക് വേണ്ടി ഫുത്തിഹത്ത് അബ്വാബുഹ, നരകം അതിന്റെ കവാടങ്ങൾ തുറന്നു പിടിക്കും. അഡ്വാൻസ് തുറന്നു വെക്കൂല, ബാക്കിയുള്ളവർക്ക് ശല്യ. വല്ലാത്ത വിഷയമാണത്. ഓരോ ടീമും വരുന്നു, കവാടം തുറക്കപ്പെടുന്നു, അതിനിടയ്ക്ക് വലിച്ചെറിയപ്പെടുന്നു. അപ്പൊ കാലലഹും ഖസനതുഹ, അതിന്റെ കാവൽക്കാർ അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ഈ നന്ദികെട്ട നിഷേധികളോട് പറയും, കാഫിറുകളോട് പറയും, അലം യഅ്തികും റുസുലും മിൻകും, അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇത് പറയാൻ ആളുകൾ വന്നിരുന്നില്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, ബണ്ടലടിക്കല്ലാതെ അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിച്ച് തന്നിരുന്നില്ലേ? നിങ്ങളോട് എന്നോടാണ് ചോദിക്കണത്. യുന്തിറൂനക്കും, എന്നിട്ട് അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് താക്കീത് തന്നിരുന്നില്ലേ? ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിവസം നിങ്ങൾ വരേണ്ടി വരും, കണ്ടുമുട്ടേണ്ടി വരും, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നില്ലേ? കാലു ബല, പറഞ്ഞിരുന്നു. ഇനി സൂറത്ത് മുൽക്കിലേക്കാണ് പോയാൽ ബാക്കി എവിടെ പറയും? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുല്ലാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. പിന്നെ അപ്പോ കാലു മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഇതൊക്കെ വെറും പഴമ്പുരാണാണ്, പഴച്ച പുത്തംവാദങ്ങളാണ് പറഞ്ഞ് ഞങ്ങള്. അന്നതൊന്ന് കേൾക്കുകയും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കഴിച്ചിലായിരുന്നു, രക്ഷപ്പെട്ടിരുന്നു എന്നാ പറയാം. രണ്ടാമത്തെ ടീമിനേക്കാണ് വസീഖല്ലദീ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ എന്നാണ് ആയത്തിന്റെ അവസാനം. സുമറിന്റെ ആദ്യത്തെ ആയത്തിൽ ഖാലൂ ബല, അത് വന്നിരുന്നു. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, നന്ദി കെട്ട നിഷേധികളായ കാഫിറുകളുടെ മേൽ ശിക്ഷയുടെ വാക്കിത സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ടീം നോക്കാണി വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹു ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. മറ്റൊരു ടീം വരും. ആ ടീമിന്റെ ക്വാളിറ്റി എന്താണെന്നറിയോ? അല്ലദീന തഖൗ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവരാണവർ. എന്ന് പറഞ്ഞാല് ഈ മരക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഓർമ്മയുള്ള ആൾക്കാരാണ്. ഇവരടുത്തൊന്നും വിട്ടുപോകൂല എന്ന് നല്ല ബേജാറോട് കൂടി ജീവിച്ച ആൾക്കാരാണ്. മിണ്ടിയിട്ടില്ലെങ്കിലും ആലോചിച്ചാൽ, ചിന്തിച്ചാൽ, കണ്ടാൽ, കേട്ടാൽ അതിവിടെ ഉണ്ടാകും, പോകൂല എന്ന് ഉറപ്പുള്ള ആൾക്കാരാ. അവരെ ഇങ്ങനെ ഒന്നായിട്ടാ കൊണ്ടുവരിക. ഒന്നായിട്ട് അവരിങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ ഒരു വാവ് ചേർത്തിട്ടാണ് ഫുത്തിഹത്ത് എന്ന് പറഞ്ഞത്. അവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രതീക്ഷിച്ച് സ്വർഗ കവാടം തുറന്നിരിക്കുന്നുണ്ടാകും. മറ്റേ ചങ്ങായിമാർ വന്നിട്ട് ഓൽക്ക് വേണ്ടി മാത്രം ഡോറ് തുറക്കുള്ളൂ. അയക്കാ തള്ളിയിട്ടിട്ട് ഇന്നഹ അലൈഹിം മുഅ്സ്വദ,
ഫി അമദി മുമദ്ദദ. എന്താ പേര് പറയാ? പ്രഷർ കുക്കറിലേ, പ്രഷർ കുക്കറിൽ ചിക്കന്റെ വലിയൊരു ഇട്ടത് പോലെ സംഭവം നടത്താം. അപ്പൊ പറയാൻ എളുപ്പാ. ഇന്നഹ അലൈഹിം മുസ്വദ, അത് കൊട്ടി അടക്കപ്പെടും അവരുടെ മുകളിൽ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവരെ കുറിച്ച് പറഞ്ഞത് അതിന്റെ മലായികത്ത് അവരോട് പറയും സലാമുൻ അലൈക്കും, എല്ലാ കഷ്ടപ്പാടും അത് തീർന്നു, എല്ലാ പ്രയാസങ്ങളും തീർന്നു, എല്ലാ സങ്കടങ്ങളും തീർന്നു. ഇനി വിശപ്പില്ല, ദാഹമില്ല, രോഗമില്ല, ദുഃഖമില്ല, വേദനയില്ല, സങ്കടമില്ല, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. സലാമുൻ അലൈക്കും, ഇന്നു മുതൽ നിങ്ങൾക്ക് സുരക്ഷിതത്വമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, രക്ഷയാണ്, അള്ളാഹുവിൽ നിന്നുള്ള കൃപയാണ്, കടാക്ഷമാണ്, ദയയാണ്, വാത്സല്യമാണ് നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത്. എന്താ കാരണം? ത്വയ്ബുത്തും, നിങ്ങൾ അത്ര നല്ലവരായിട്ടാണ് ദുനിയാവിൽ ജീവിച്ചത്. വളരെ ലളിതമായിട്ടാണ് അല്ലേ? ത്വയ്ബുത്തും, നിങ്ങൾ ത്വയ്യിബീങ്ങളായിട്ടാണ് ജീവിച്ചത്. ഈ ത്വയ്യിബ് വല്ലാത്തൊരു സംഗതിയാണ്. ഇവിടെ വസ്ത്രം ത്വയ്യിബാവണം. ഇവിടുന്ന് മേലെന്നാണ് വിട്ടാലേ വസ്ത്രം ത്വയ്യിബാവണം, ശരീരം ത്വയ്യിബാവണം, സമ്പാദ്യം ത്വയ്യിബാവണം, മനസ്സ് ത്വയ്യിബാവണം, വാക്കും വിചാരവും കർമ്മങ്ങളും ത്വയ്യിബാവണം, ഇബാദത്തുകൾ ത്വയ്യിബാവണം. അതിൽ ശിർക്കോ കുഫറോ നിഫാഖോ റിയാഹോ ബിദ്അത്തോ ഒന്നും കലരാൻ പാടില്ല. അഖീദ ത്വയ്യിബാവണം, നാവ് ത്വയ്യിബാവണം, ചെവി ത്വയ്യിബാവണം, കണ്ണ് ത്വയ്യിബാവണം, തലച്ചോറ് ത്വയ്യിബാവണം, ഹൃദയം ത്വയ്യിബാവണം. ഇതെല്ലാം കൂടെ ത്വയ്യിബാണ് എന്ന് വെട്ടി തീർക്കാൻ നമ്മൾ തുണിങ്ങുപ്പായ നല്ലോണം തിരുമ്പി തേച്ചിട്ടു. അത് ത്വയ്യിബാ. ഇതുള്ളതല്ല. അല്ല എങ്കിൽ, ത്വയ്യിബല്ല എങ്കിൽ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അള്ളാഹുവിന് നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ ശരീര ഗുണമോ താല്പര്യമില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹുവിന് നിങ്ങളുടെ ഹൃദയത്തിലാണ് താല്പര്യമുള്ളത്. വ അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള നിയ്യത്തുകളിലുമാണ് താല്പര്യമുള്ളത്. അല്ലേ? അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്. വഅശാറ ഇലാ ഖൽബിഹി, നബി നെഞ്ചിലേക്ക് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് ഇവിടെയാകുന്നത് പറഞ്ഞു. അപ്പൊ ഈ ത്വയ്യിബാവുക എന്നതൊരു ചെറിയ കാര്യം അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ത്വയ്യിബുകൾക്കുള്ളതാണ് സ്വർഗം എന്നതാണ്. സലാമുൻ അലൈക്കും ത്വയ്ബത്തും. സൂറത്തുൽ അഹ്ദിൽ സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. ത്വയ്യിബാവണമെങ്കിൽ നല്ല ക്ഷമ വേണമെന്നതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളോട് മലായിക്കത്ത് വന്ന് പറയുന്ന കാര്യം സൂറത്തുൽ അഹ്ദിൽ വൽമലായിക്കത്ത് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും ഫനിഅമ ഉഖബദ്ദാർ. കൂട്ടുകുടുംബങ്ങളോടൊപ്പം സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകൾക്കിടയിലേക്ക് മലക്കുകൾ വന്നിട്ട് പറയും സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. ത്വയ്യിബുകളായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾ ക്ഷമിച്ചു. വസ്ബിർ വമാ സ്വബറുക ഇല്ലാ ബില്ലാ, ക്ഷമിക്കുവിൻ. അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ ക്ഷമിക്കണത്, നഷ്ടം വരൂല. കാരണം എന്താ? ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമയോടൊപ്പം ക്ഷമാലുക്കളോടൊപ്പമാണ്
അള്ളാഹു ഉള്ളത്. ഈ രണ്ടായത്തുകളോട് നമുക്ക് എന്താ പഠിപ്പിച്ചില്ല? നമ്മളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങളും നമ്മളെ ആകർഷിക്കുന്നതും സ്വാധീനിക്കുന്നതുമായ സംഗതികളാണ്. ഇവയിൽ വീണുപോയ ആളുകളാണ് നമ്മളുടെ കൂട്ടുകാരിലും കുടുംബങ്ങളിലുമുള്ള അത്യധികം ആളുകൾ. ഇതിനിടയിലൂടെയാണ് ഒരു ചെറിയ ദ്വാരം, അതിനെക്കുറിച്ച് നോക്കിയാൽ കാണുന്ന വലുപ്പത്തിൽ ഒരുപാട് ദൂരത്ത് സ്വർഗം ഇങ്ങനെ വളരെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവർക്കിടയിലൂടെ പോറലേൽക്കാതെ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വൃത്തം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള പാതയെക്കുറിച്ച് പറഞ്ഞപ്പോ അഖബ എന്നാ പറഞ്ഞത്. ഫലക് തഹമൽ അഖബ, അതീവ ദുർഘടമായ ഒരു മലമ്പാതയാകുന്നു സ്വർഗത്തിലേക്കുള്ളത്. പക്ഷേ ഹദൈനാഹുന്ന ജിദൈൻ, വഴി കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലേക്കുള്ള വഴിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗ വഴി തെളിഞ്ഞു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ തെളിഞ്ഞു നിൽക്കുന്നത് നരകപാതയാണ്. കാരണം ആൾക്കൂട്ടം അവിടെയാണുള്ളത് അധികവും. ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് നമ്മൾ നമ്മുടെ പാത കണ്ടെത്തേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് താബിഈകളിൽ ചിലർ ചോദിച്ചു, തെറ്റു ചെയ്ത് ജീവിക്കുന്ന ദുസ്വഭാവികളായ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഇബാദത്തുകളിൽ മുഴുകി ഒറ്റയ്ക്ക് ഏകാന്തനായി ജീവിക്കുന്നതാണോ, അതോ ഈ ദുസ്വഭാവികളായ ആളുകൾക്കിടയിൽ സ്വന്തം ലക്ഷ്യം മറക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നതാണോ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം? അപ്പൊ അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം പണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ഉപദേശം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫി കുല്ലിൻ ഖൈർ എന്നാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്ന് ഏകാന്തനായി ജീവിക്കുന്നവനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടവും ഉത്തമനുമായവൻ ആൾക്കൂട്ടത്തിനിടയിൽ പോറലേൽക്കാതെ സ്വർഗപാത ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനാണ്. എന്നാൽ രണ്ടുപേരിലും നന്മയുണ്ട് കേട്ടോ എന്നാ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് താബി പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറഞ്ഞു, സൽസ്വഭാവം എന്നാൽ അതിന് 3 മേഖലകളുണ്ട്. ഒന്ന് തൊലബുൽ ഹലാലി വജ്തിനാബുൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലുകൾ അന്വേഷിച്ച് ഹലാലുകൾ മാത്രം ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുക. 2 വത്തൗസിഅതു അലൽ അയാൽ, കുടുംബങ്ങളോട് വിശാല മനസ്കതയോടുകൂടി പെരുമാറുക. എല്ലാവരും ഇങ്ങോട്ട് ഒരേപോലെ പെരുമാറിക്കൊള്ളണമെന്നില്ല. കുടുംബങ്ങളോട് വിശാല മനസ്കതയോടെ പെരുമാറുക. 3 അയ്യകൂല മിനന്നാസി ഖരീബൻ വഫീമാ ബൈനഹു ഖരീബ, ജനങ്ങളോട് ഇടപഴകി ജീവിക്കുക, എന്നാൽ അവരിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. ഇതാണ് സൽസ്വഭാവത്തിന്റെ 3 മേഖലകൾ എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ വിശദീകരിക്കുകയും ചെയ്തു. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖദറതുഹാ സലാമുൻ അലൈക്കും തിബ്തും. വിശുദ്ധരായിരുന്നു നിങ്ങൾ, ക്ഷമാലുക്കളായിരുന്നു നിങ്ങൾ. സൂറത്തുൽ അഅദിൽ പറഞ്ഞത് ഫനിഅമ ഉഖ്ബദ്ദാർ, അവർക്ക് ഈ വീട് വിട്ടുപോൾ കിട്ടിയ വീട് എത്ര നല്ലതായിരുന്നു.
ഈ വീട് വിട്ടപ്പോൾ പകരമായി കിട്ടിയത് അതിനേക്കാൾ ഉത്തമമായ വീടാണ്. ഏതാ ഈ വീട്? ദുനിയാവ്. അടുത്ത വീടോ? പരലോകം. ഏതാ ഈ വീട്? നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ വീട്. അടുത്ത വീടോ? സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച വീട്. ഫനിഅമ ഉഖ്ബദ്ദാർ. ഇവർക്ക് ഈ വീടിന് ശേഷം കിട്ടിയ വീട് എത്ര മികച്ചത്. അത്തരം വീടുകളിൽ അല്ലാഹു നമ്മളെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തേല് ഫുത്തിഹത്ത് എന്നുള്ള വാവില്ല. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുത്തിഹത്ത് അബ്വാബുഹാ. കാരണം അവിടെ വാവില്ലാത്തത് അവർ വന്നാൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അത് തുറന്നു വെച്ചാൽ അവിടെയുള്ള എത്രയോ ദൂരത്തുള്ള സത്യവിശ്വാസികളായ ആളുകൾക്കൊക്കെയും അതിൻ്റെ ചൂടും പുകയും അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് അത് അവർ തുറന്നു വെക്കുകയില്ല, ഈ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം. അതേ സമയത്ത് ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാവ് കൂടെ ചേർത്തിട്ട് അവർ വരികയും ഇത് തുറന്നു വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. ഇത് ഇവർക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യപ്പെടാൻ വെൽക്കം ബോർഡ് വെച്ച് കാത്തിരിക്കുന്നുണ്ടാകും. ആർക്കു വേണ്ടിയാണ് എന്നതാണ് ചിന്തിക്കുക. അല്ല, ഭാഷാ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോഴാണ് അവിടെ വാവില്ലാത്തതും അപ്പുറത്ത് വാവുള്ളതുമായ സംഗതി അറിയുള്ളൂ. രണ്ടാമത് ഇവിടെ അല്ലാതെ വേറൊരു സ്ഥലത്തും കൂടെ ഈ വാവ് കാണാം. എവിടെയാണ്? സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും വയഖൂലൂന സബഅത്തും വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും. 3 പറഞ്ഞപ്പോൾ വാവില്ല, 5 പറഞ്ഞപ്പോഴും വാവില്ല, 7 പറഞ്ഞപ്പോൾ വാവിട്ടു എന്ന് പറഞ്ഞാൽ ആ 7 ആണ് ശരിയായത് എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കിയുള്ളതൊക്കെ റജ്മം ബിൽ ഗൈബ് എന്ന് കൂടി പറഞ്ഞു. 5, 6 എന്ന് പറഞ്ഞപ്പോ യഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ്. ഇത് രണ്ടും അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ആരോപണം ഉന്നയിച്ചാണ്, ഒരു അപവാദമാണ്, പറഞ്ഞു വരുത്തിയതാണ്. പക്ഷെ വയഖൂലൂന സബഅത്തുൻ വതാമിനുഹും കൽബുഹും, 7 1 എന്ന് പറയുന്നവരുമുണ്ട്. അതാണ് അതിന് ശരി. അപ്പോൾ ആ വാവിന്റെ അത്ഫിന്റെ വാവ് ചേർക്കുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങളാണ്. അറബി ഭാഷയുടെ സൗന്ദര്യവും പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയും ഒക്കെ ഇത്തരം പ്രയോഗങ്ങളിലാണ് അറബികളെ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ സാധാരണ അറബി ഭാഷയുടെ ആഴങ്ങളിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾക്ക് അതാണ് ആസ്വദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഖുർആന്റെ ആ പദപ്രയോഗങ്ങളുടെ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് കണ്ട് എത്തിപ്പെടാൻ കഴിയില്ല. നാം അനുവലെ പോലുള്ള മുഫസ്സിറുകൾ ഇക്കാര്യം വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഭാഷാശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെയും പഠിച്ചു വെക്കാൻ കഴിയും. ഒരാളുടെ നാവിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവുമായി വരുന്ന കാലത്ത് അറേബ്യൻ ഉപദ്വീപിൽ ഒരു നിശ്ചിത പരിധിയിലുള്ള ആളുകൾ മാത്രമേ അറബി സംസാരിച്ചിരുന്നുള്ളൂ. ഒരു നിശ്ചിത പരിധിക്കുള്ളിലുള്ള ആളുകൾ മാത്രമേ അറബി സംസാരിച്ചിരുന്നുള്ളൂ. ഒരു 10,000-ഓ 25,000-ഓ ഏറിപ്പോയാൽ ഒരു 2-3 ലക്ഷം ആളുകളെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറബി 28 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. ഇന്ന് അറബി 28 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. ഇന്ത്യ പോലുള്ള നിരവധി രാജ്യങ്ങൾ അറബി ഭാഷ പഠിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ അത്ഭുതകരമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് ഖുർആൻ ചെന്നിടത്തെല്ലാം, അതാണ് നമ്മുടെ പോയിന്റ്. അതാണ് ഖുർആൻ ചെന്നിടത്തെല്ലാം ഖുർആനിനെ മനസ്സിലാക്കുവാൻ അറബി പഠിച്ചേ മതിയാവൂ എന്ന ചിന്തയിൽ ആളുകൾ എത്തിപ്പെട്ടു. അങ്ങനെ അവർ അറബി പഠിക്കുകയും അറബിയെ അവരുടെ സ്വന്തം ഭാഷയായി അവർ സ്വീകരിക്കുകയും അവർ അതുവരെ സംസാരിച്ചിരുന്ന ഭാഷ മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും ചെയ്തു എന്ന് താരീഖു ആദാബിൻ ലുഗ എന്ന കിതാബുകൾ എവിടെ വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും. ഞാനത് ഇങ്ങനെ പറയാൻ കാരണം കോളേജിൽ എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ഡിഗ്രി തലത്തിൽ ഞാൻ എടുക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഷാ ചരിത്രമാണ്. അപ്പോഴാണ് അതിൻ്റെ പ്രയോഗ സാധ്യതകളും അതിൻ്റെ മുഴച്ചിതാത്തുകളും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുക. അതാണ് ആ വാവിൻ്റെ ആ ചോദ്യം തന്നെ വളരെ അത്ഭുതകരമായ
ഒരു തിരിച്ചറിവിന്റെ ഭാഗമാണ്. അള്ളാഹു എല്ലാവരെയും ആ ഒരു തലത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്നാണ് അവിടെ പറയുക. നമ്മൾ ഇവിടെ ആയിട്ട് പറയാൻ കാരണം എന്താ പറയുന്നത്, പിന്നെ വജാഅത്ത് കുല്ലു നഫ്സി മഅഹ സായിഖ് എന്ന പ്രയോഗത്തിൽ നിന്നാണ് നമ്മൾ ഇത് വന്നത്. അപ്പൊ ഡ്രൈവർ എന്നല്ല അതിൻ്റെ അർത്ഥം, ആട്ടിത്തെളിച്ച് കൊണ്ടുവരുന്നവൻ എന്നാണ്. പിടിച്ചു വലിച്ച് ആട്ടിത്തെളിച്ച് കൊണ്ടുവരുന്നതിനും സാക്ക എന്നാ പറയാ, ആദരപൂർവം കൈപിടിച്ച് കൊണ്ടുവരുന്നതിനും സാക്ക എന്നാണ് പറയാ. സുമറിൽ ആ രണ്ടവസ്ഥക്കും വസീക്ക സീക്ക എന്ന് തന്നെയാണ്, കർത്തരി പ്രയോഗമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ മുമ്പിൽ നിന്ന് നയിക്കുക എന്നത് ആണ് ഡ്രൈവർ ചെയ്യുന്നത് എന്നത് കൊണ്ടാണ് ഡ്രൈവർക്ക് നമ്മൾ അറബി ഭാഷ സായിഖ് എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത് പിന്നെ കൊളോക്കിയൽ ലാംഗ്വേജിൽ സായിഖല്ല സവ്വാക്കാണ് അല്ലേ, ഇപ്പോഴത് സവ്വാക്കാണ്. അപ്പോൾ അത് ആ ഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ ആവട്ടെ. ഏതായാലും നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ, പിടിച്ചു വലിച്ചോ ആദരപൂർവം ആനയിച്ചോ കൊണ്ടുവരുന്ന ഒരാളുണ്ടാകും, ഒരു മലക്കുണ്ടാകും. ഒപ്പം ഷഹീദ്, ഒരു സാക്ഷിയും ഉണ്ടാകും. ഇവർ രണ്ടുപേരും സത്യത്തിൽ ആരായിരിക്കും? മുകളിൽ പറഞ്ഞ റഖീബ് അതീബ് അല്ലേ, അവർ നമ്മളെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആക്കി കൊടുക്കും. എന്നിട്ട് പറയും തരങ്ങള് ആ പറയുന്നപ്പോ നോക്കാം, വജാത്ത് സക്കറത്തുൽ മൗത്തി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ് വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഇതിൽ ആയത്തൊന്ന് പഠിച്ചു വെച്ചോളൂ. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു രംഗത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് നിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. അക്കാര്യം നീ മറന്നുപോയിരുന്നു, നീ അതിനെക്കുറിച്ച് അശ്രദ്ധനായിരുന്നു, നീ അതിനെ അവഗണിച്ചിരുന്നു. ഇങ്ങനൊരു വരവ് വരേണ്ടി വരും. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന് മുമ്പിൽ ഇങ്ങനെ ഒരു നിൽപ്പ് നിൽക്കേണ്ടി വരുമെന്ന ഭയം നിനക്കുണ്ടായിരുന്നില്ല. കുറ്റപത്രത. ആ ഭയം ഉണ്ടെങ്കിൽ വനഹൻ നഫ്സ അനിൽ ഹവ, മനസ്സിനെ തടഞ്ഞു നിർത്താൻ കഴിയും. അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നവർക്കുള്ളതാണ് ഫൈനൽ ജന്നത ഹിയൽ മഅവ, സ്വർഗം അവരുടെ ആവാസ കേന്ദ്രമാണ്. ഇവിടെ അല്ല കുറ്റപത്രം നിർത്തി തുടങ്ങാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, എത്ര പറഞ്ഞതാണ്, ഏതെല്ലാം തരത്തിൽ പറഞ്ഞതാണ്, ആരെല്ലാം പറഞ്ഞതാണ്, എത്ര തവണ നമ്മൾ ഇത് വായിച്ചു പോയി കേട്ടുപോയി. ഈ സമുദായം ഇതിന് കണക്ക് പറയേണ്ടി വരില്ല. ഇതര സമുദായങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് പോലെ. അവനോന്റെ തലയിൽ കത്തുമ്പോ പിന്നെ മലയിൽ കത്തുന്നത് നോക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. ലഖദ് കുൻത, ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. നീ ആയിരുന്നു, നീ ആയിരുന്നു. ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഒരു നിൽപ്പ് വരവ് വരേണ്ടി വരും എന്നത് നിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നപ്പ കേട്ടോട്, ഇവ കസഫ കസഫ്ന അൻക, എല്ലാം നീക്കി എല്ലാ മൂടികളും ഈ ഒരു പരലോകത്തെ നിന്റെ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും തലച്ചോറിൽ നിന്നും മറച്ചു വെച്ചിരുന്ന എല്ലാ മറകളും മൂടികളും നാം ഇപ്പോൾ ഇതാ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്തായി? എല്ലാം നേരിൽ കാണുകയാണ്. എന്തിനെയെല്ലാമാണോ നിഷേധിച്ചിരുന്നത്, അവഗണിച്ചിരുന്നത്, അതെല്ലാം മുമ്പിൽ വന്ന് വബദാലഹും സയ്യിആതു മാ അമിലു, അവർ ചെയ്തതെല്ലാം, അവരുടെ വൃത്തികേടുകളെല്ലാം അവർക്ക് മുമ്പിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകസഫ്നാ അൻക ഗിതാഅക. അഗത്ത യഗ്തു എന്ന മൂടുക എന്നർത്ഥം.
കവറിങ്. നിന്റെ കണ്ണിലുണ്ടായിരുന്ന, മനസ്സിലുണ്ടായിരുന്ന, ചിന്തകൾക്കുണ്ടായിരുന്ന, കാഴ്ചക്കുണ്ടായിരുന്ന എല്ലാ കവറിങ്ങുകളും നാം എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഫബസറുക്കൽ-യൗം, ഇന്നത്തെ നിന്റെ കണ്ണിന്റെ കാഴ്ച പണ്ടത്തെ കാഴ്ചയല്ല. ഫബസറുക്കൽ-യൗമ, ഇന്നത്തെ നിന്റെ കണ്ണിന്റെ കാഴ്ച ഹദീദ്, അങ്ങേ അറ്റം മൂർച്ചയേറിയ സൂക്ഷ്മമായ കാഴ്ചയാണ്. നമ്മളെ കാഴ്ചയിൽപ്പെടാത്തത് ഒരു മൈക്രോസ്കോപ്പ് കൂടി നോക്കിയാൽ കാണുമല്ലോ പലതും, അല്ലേ? മൈക്രോസ്കോപ്പ് കൂടി നോക്കിയാൽ കാണാത്തത് ഒരു എക്സ്റേ മെഷീൻ കണ്ടുപിടിക്കുമല്ലോ, അല്ലേ? അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് അതൊരു സ്കാനർ കണ്ടുപിടിക്കൂലേ? ഇവിടെ തന്നെ കാഴ്ചകൾ പല കോലത്തിലാണ്. ആ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പിടിപ്പിക്കപ്പെടുന്ന ഉപകരണത്തിന്റെ പവറിനനുസരിച്ച് നമ്മുടെ കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇതിനേക്കാളൊക്കെ പവർഫുള്ളായ മറ്റൊരു ലോകത്ത് അതിന്റെ അധിപൻ, നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോഴുള്ള കാഴ്ച സംവിധാനിച്ച അധിപൻ ഇതിന് മറ്റൊരു തലം നൽകുന്നു. അപ്പോൾ മറച്ചു വെക്കപ്പെട്ടതെല്ലാം, മറഞ്ഞു നിന്നതെല്ലാം നേർക്ക് നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പം മാത്രമൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ ആ മരണപ്പെടുന്ന വ്യക്തിയുടെ കണ്ണുകൾ ഉടനടി അടയ്ക്കണം. എന്താ കാരണം? അവന്റെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകളെ അവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആ മലക്കുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് കണ്ട് അന്തം വിട്ട് തുറിച്ച കണ്ണുകളാണ് അവൻ്റേത്. നമ്മളെന്താ പറയാ, കണ്ണിങ്ങനെ മേലോട്ട് മേലോട്ട് ഇങ്ങനെ മറിഞ്ഞാണ് പോയി എന്നല്ല പറയല്, അല്ലേ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞെന്താ നിങ്ങള്? റൂഹിനെ പിടിക്കാൻ വന്ന മലക്കുകൾ ആ റൂഹിനെ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ണുകൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫബസറുക്കൽ-യൗമ ഹദീദ്, അത് ദുനിയാവിലെ അവസാന നിമിഷം തൊട്ട് തുടങ്ങും. പെട്ടെന്ന് മരണപ്പെടുന്ന ആളുകളുടെ അടുത്ത് നിന്ന ആൾക്കാർക്ക് മനസ്സിലാകും, നമ്മളെ കാണാത്ത ഒരു സാഹചര്യം അവർക്കുണ്ടാവും നിമിഷങ്ങളോളം, അല്ലേ? നമ്മളെ കാണാത്ത, നമ്മളെ കേൾക്കാത്ത മറ്റേതോ ഒരു ലോകത്ത് അവർ എത്തിപ്പെട്ടത് അവരുടെ കണ്ണുകൾ നമ്മളോട് വിളിച്ചു പറയും. പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടത്, അയാളുടെ ചുറ്റിലും വന്നു നിൽക്കുന്ന ആ മലായിക്കത്ത് അപ്പോൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മലായിക്കത്തുകൾ അയാളുടെ മദൽ ബസർ, അയാളുടെ കണ്ണെത്തുന്ന ദൂരത്ത് അത്രയും ഉണ്ടാകും. അതിനിടയിലല്ലേ നമ്മളും. ഞാൻ ബേജാറാക്കാൻ പറയില്ല, പക്ഷെ ചിന്ത വേണം. ഏത്? ഒരാൾ മരണപ്പെടുമ്പോൾ മലക്കുൽ മൗത്തിന് കൂടെയുള്ള ഒരു സൈന്യത്തിന്റെ നടുവിലാണ് നമ്മൾ കൂടിയുള്ളത്. പക്ഷെ ഇവിടെ കാണാത്തത്, ആ മനുഷ്യന്റെ കാഴ്ചയുടെ മേഖല മാറിപ്പോയി. നമ്മുടെ കാഴ്ചയുടെ മേഖല മാറാത്തത് കൊണ്ട് നമുക്കവരെ കാണാനും കേൾക്കാനും കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വിറയൽ നമുക്ക് വേണം. ിക്കുന്ന ആളുടെ അരികിൽ നിന്ന്, അയാളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാട്ടുവർത്താനം പറയുന്നവരും അവിടെ മൊബൈൽ നോക്കി കളിക്കുന്നവരും എന്താപ്പം നമ്മളുടെ മതത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ വിവരം, അറിവ് എന്തെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സാഹചര്യം എന്താണെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും എന്തെങ്കിലും ഒരു പിടിയുണ്ടെങ്കിൽ മരിക്കുന്ന ആളെക്കാളെ കൂടുതൽ പറയലുണ്ടാവും ആർക്ക്? അവിടെ നിൽക്കുന്ന ആൾക്ക്. മരിച്ചിടത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചു കളിച്ച് വർത്താനം പറയുമ്പോൾ നമ്മളെ വിചാരം നമ്മൾ ഭയങ്കര ധൈര്യശാലി എന്നാണ്. സത്യത്തിൽ നമ്മളാരാ? വിഡ്ഢികളാണല്ലേ ഇതിൻ്റെ അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. അപ്പൊ അത് നമുക്ക് ആപ്റ്റായില്ലേ? നമ്മൾ ഇതിലൊക്കെ അവഗണിച്ചു പോവാം. എന്നിട്ടൊരു ഒഴുക്ക് ഇങ്ങനെ ഒഴുകും. ഇത് തന്നെ ധാരാളമെന്നാണ് ഇപ്പൊ നമ്മളെ സമുദായത്തിന്റെ മിക്കവാറും ആളുകളുടെ വിചാരം. വെറുതെ അല്ല ഖുർആൻ പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അറിവ് ആഴങ്ങളിലേക്ക് കടക്കും തോറും അള്ളാഹുവോടുള്ള ഭയം കൂടിക്കൂടി വരുന്നതിനർത്ഥം. അറിവ് ആഴത്തിലേക്ക് ചെല്ലും തോറും ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അറിവുള്ളവർ, അറിവ് കൂടുന്നതിനനുസരിച്ച് അള്ളാഹിനോടുള്ള പേടി, ഭയം അത് കൂടി വരും. നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഒരറിവില്ലാത്ത മനുഷ്യന്മാർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചവരെ പേടിയുണ്ട് അല്ലേ? അവർക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന അവസ്ഥ? ഒക്കെ ഔലിയാക്കന്മാരാവും അല്ലേ? നാം വെറുതെ പറയില്ല. ഒരു മദ്രസയിലും പോകാത്ത, ഒരു സ്കൂളിലും പോകാത്ത, ഒരു ഖുർആൻ ക്ലാസ്സിലും പോകാത്ത നമ്മളെ ഉമ്മാനും വല്യമ്മാനൊക്കെ ഒന്ന് ആലോചിച്ചേക്കാണ്, നമ്മളെ വാപ്പാരും വല്യപ്പാരും ആലോചിച്ചേക്കാണ്. അവർക്കൊക്കെ ഉണ്ടായിരുന്ന മതപരമായ ബോധം, ജീവിതത്തിലുണ്ടായിരുന്ന സൂക്ഷ്മത, നമസ്കാരത്തോടുണ്ടായിരുന്ന ആഭിമുഖ്യം, ഖുർആൻ പാരായണത്തോടുണ്ടായിരുന്ന നമ്മളുടെ ആർത്തി, ഓതിയാലും ഓതി തീരാത്ത ഒരു സ്വഭാവം അല്ലേ? അവർക്ക് അറിവ് കുറവാ. അറിവ് കൂടിയപ്പോൾ നമ്മൾ എന്തായി പോയി? ദീനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? നമുക്ക് കൂടുതൽ കിട്ടിയതെല്ലാം ഭൗതികമായ അറിവാണ്. നമുക്ക് ദീനിയായ അറിവല്ല കൂടുതൽ കിട്ടിയത്. ഖുർആൻ പ്രാർത്ഥിക്കാൻ തന്നെ പറഞ്ഞു, വലാ തബ്ല വലാ തജഅലിൽ ദുനിയ അക്ബറ ഹമ്മിനാ വ മബ്ലഗ ദീനിനാ. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജഅലിൽ ദുനിയ അക്ബറ ഹമ്മിനാ വ മബ്ലഗ ദീനിനാ. ഞങ്ങളുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം ദുനിയാവ് ആക്കല്ല പടച്ചോനെ, ഞങ്ങളുടെ ലക്ഷ്യം ദീന് കൈപിടിച്ചുകൊണ്ടുള്ളത് ഒന്നും ആക്കല്ല പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പറയണെന്നറിയോ? അല്ലദീന യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹുമുൽ ഗാഫിലൂൻ എന്നാണ്. അവർക്ക് ദുനിയാവിന്റെ പുറമോടികളെ കുറിച്ചിട്ടേ അറിയുള്ളൂ. ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഗാഫിലൂൻ. പരലോകത്തെ കുറിച്ച കാര്യങ്ങൾക്ക് അവർക്ക് അശ്രദ്ധയുമാണ്. സൂറത്ത് നജ്മിൽ പറയുന്നത് ദാലിക മബ്ലഗുഹും മിനൽ ഇൽമന. അത് ദുനിയാവ് അവിടെ ഒതുങ്ങിയിരിക്കുന്നു. അവിടെ അറിവിന്റെ പരിധി അവർ നിശ്ചയിച്ചത്, ലക്ഷ്യമായി അവർ നിശ്ചയിച്ചത് ദുനിയാവിന്റെ വിജയമാണ്. അതുകൊണ്ട് അവരെ പിന്നാലെ പോകരുത്. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്, അവരുടെ പിന്നാലെ പോകരുത്. ഈ ഒരു അവസ്ഥ വരാനുണ്ട്. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില പ്രയോഗങ്ങൾ നോക്കിക്കൊണ്ടിട്ട് അവിടുന്നാണ്ട് വഖാല കരീനുഹു, കൂടെ കൂട്ടിയ ആള്, അള്ളാഹു നമ്മുടെ കൂടെ ഏൽപ്പിച്ചിരുന്ന മലക്ക്, അതാണ് കരീൻ, കൂട്ടുകാരൻ. അയാൾ പറയും, പടച്ചവനെ നീ തയ്യാറാക്കാൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, എനിക്ക് ഉത്തരവാദിത്തം തന്നാ അവനിതാ. അപ്പൊ അതീത് എന്ന് പറഞ്ഞാൽ അത് മലക്കിന്റെ പേരല്ല, ഒരു ഡ്യൂട്ടിയുടെ പേരാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ആയത്തും കൂടെ വെച്ചിട്ടാണ്. ഇവിടെ ഈ മലക്കിന്റെ കൂടെ വരുന്ന മനുഷ്യനാണ് അതീത്. വക്കാല കരീനുഹു, ആ മനുഷ്യന്റെ കൂടെ വന്ന മലക്കായ കൂട്ടുകാരൻ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ പറയും, ഹാദാ മാലതയ്യ അതീത്, ഇതാ ഇവനാണ് എന്നെ നീ ഒരുക്കിയെടുക്കാൻ ഏൽപ്പിച്ച ആൾ, ഇവൻ ഫുള്ളായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്.
അള്ളാന്റെ മറുപടി എന്താ അറിയുന്നത്? അൽഖിയാ ഫീ ജഹന്നമ. രണ്ടാമത്തെ കുറ്റപത്രങ്ങൾ നീളട്ടോ. അൽഖിയാ ഫീ ജഹന്നമ, നിങ്ങൾ രണ്ടുപേരും കൂടെ അവനെ നരകത്തിലേക്ക് ഇട്ടേക്കും. ആര്? കുല്ല സർവ കഫാരിൻ, നന്ദി കെട്ടവരെയും അനീത് നിഷേധികളെയും, സർവ നന്ദി കെട്ടവന്മാരെയും നിഷേധികളെയും, മന്നാഴിൽ ഖൈരി, നന്മക്ക് തടസ്സം നിന്നവരെയും, മുഅ്തദിൻ, അതിരുവിട്ടവരെയും, അസീം, കുറ്റവാളികളെയും. ഇത് നമ്മുടെ ഏരിയയിൽ പെടുന്നുണ്ടോന്ന് ആലോചിക്കണം. ഒന്നാമത്തത് മരണത്തെ സംബന്ധിച്ച, പരലോകത്തെ സംബന്ധിച്ച അലസത. രണ്ട്, കഫാർ, നന്ദി കെട്ടവൻ, നിഷേധി. മൂന്ന്, അനീത്, പരുഷണമായ ദൈവനിഷേധിയായ ആള്. നാല്, മന്നാഴിൽ ഖൈർ, നന്മക്ക് തടസ്സം നിന്നവൻ. അഞ്ച്, മുഅ്തദ്, അതിരുവിട്ട ജീവിതം നയിച്ചവൻ, നിയമങ്ങളെ അതിർലംഘിച്ചവൻ. ആറ്, അസീം, മുരീബ്, ഈ പറയുന്ന ദൈവികമായ നിയമനിർദ്ദേശങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചവൻ. മറ്റൊരിടത്ത് അസീം എന്നാ പറയാം. പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളിൽ, വരുംപരായികളിൽ, പ്രവചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചവൻ. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അതോടൊപ്പം അള്ളാഹുവിനോട് കൂടെ മറ്റു ഇലാഹുകളെ സ്വീകരിച്ചവനും, പ്രാർത്ഥനാ കേന്ദ്രങ്ങളെ സ്വീകരിച്ചവൻ, ആരാധ്യ വസ്തുക്കളെ സ്വീകരിച്ചവൻ, ആരാധ്യന്മാരെ സ്വീകരിച്ചവൻ. അവൻ ആരാവട്ടെ, അവൻ ഏത് ജാതിക്കാരനാവട്ടെ, തള്ളിയേക്ക്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, കഠിന ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് എറിഞ്ഞേക്ക്. ഇതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രാർത്ഥിച്ചത്. ഏകദേശം നമ്മൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ, സ്വർഗം, അതിലേക്ക് എത്താനിടയാകുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്ത് ജീവിക്കാനും, ചെയ്തും പറഞ്ഞും ജീവിക്കാനുള്ള തൗഫീഖും നൽകണേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. അപ്പൻ നോക്കോളി. ഖാല ഖരീനുഹു, രണ്ടാമത്തെ കൂട്ടുകാരൻ വരാണ്. ആദ്യത്തെ വഖാല ഖരീനുഹു എന്ന വാവ് ചേർത്ത കരീന് മലക്കാണ്. ഇവിടെ വാവ് ചേർക്കാത്തൊരു കരീനാവുന്ന മുസവാശയം. ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു, പടച്ചവനെ, ഇവനെ പഠിപ്പിച്ചത് ഞാനല്ല എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കരീന്. അതാരാ? നമ്മൾ ആരെ കൂടെയാണെന്ന് അറിയിക്കുന്നത്. മാ അത്ഗൈതുഹു, ഇവനെ പരിധിവിടാൻ പരിശീലിപ്പിച്ചത്, പ്രേരിപ്പിച്ചത് ഞാനല്ല. ഇവനെ അതിക്രമത്തിന്, ധിക്കാരത്തിന്, അക്രമത്തിന് പ്രേരിപ്പിച്ചത് ഞാനല്ല. ഓനാണോ നമ്മളെ തലയിൽ കയറിയിരുന്നിട്ട് ഇപ്പൊ ഡാൻസ് കളിക്കണത് എന്ന് മുസ്ലിം സമുദായം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. വലാക്കിൻ, പിന്നെ എന്തേ സംഭവിച്ചറിയോ? കാനഫി വലാലിം ബഈദ്, അവൻ സ്വമേധയാ നീ തീർത്ത വഴിയിൽ നിന്ന് ഒരുപാട് വിദൂരം മാറിയാണ് ജീവിച്ചത്. ഞാനല്ല അതിന്റെ ഒന്നും കാരണം എന്ന് പിശാച് പറയും. മനുഷ്യരുടെ കൂടെ ജിന്നിൽ നിന്നുള്ള ഒരു കരീനും മലക്കിൽ നിന്നുള്ള ഒരു കരീനുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
മലക്കിൽ നിന്നുള്ള ആ കരി നമ്മളെ നന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. ജിന്നിൽ നിന്നുള്ള ഈ കരീന് പിശാചിൻ്റെതാണ്, അയാൾ നമ്മളെ തിന്മക്ക് വേണ്ടിയും പ്രേരിപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആരെ അനുസരിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്ന ഒരു റിപ്പോർട്ടുകൾ കാണാം. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അടച്ചു നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുവാൻ വേണ്ടി പാലും മദ്യവും കൊണ്ടുവന്ന് കൊടുത്തു ജിബ്രീലിന്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് സ്വീകരിച്ചു, മദ്യം തിരസ്കരിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അസബ്തൽ ഫിത്ര, താങ്കൾ തെരഞ്ഞെടുത്ത് ശുദ്ധ പ്രകൃതിയാകുന്നു. താങ്കൾ തെരഞ്ഞെടുത്തത് ശുദ്ധ പ്രകൃതിയാകുന്നു. നമ്മൾ നിലനിൽക്കേണ്ടത് ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചവനെ ഞങ്ങൾ നേരം വെളുപ്പിച്ചതും വൈകുന്നേരമാക്കിയതും ഫിത്രത്തുൽ ഇസ്ലാമിലാണ്, ഇസ്ലാമിന്റെ പ്രകൃതിയിലാണ്. വളരെ കലിമത്തുൽ ഇഖ്ലാസ്, തൗഹീദിലാണ്, കലിമത്തു തൗഹീദിലാണ്. അതായിരുന്നു ഈ പകലും രാത്രി ഞങ്ങളുടെ വിശ്വാസം. വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂലിന്റെ ദീനിലാണ്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരുന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഈ സൂറത്ത് ഞാൻ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറിലെ പാരായണത്തിൽ നിന്നായിരുന്നു. അത്രമാത്രം ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത് ഈ അധ്യായത്തിൽ. അവിടെ കൃത്യമായി പഠിക്കുക, കൃത്യമായി ഉൾക്കൊള്ളുക, അതിനനുസൃതമായി ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.